നാടൻ മലബാരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ പ്രത്യേകത നമുക്ക് മിൽക്കോ അല്ലെങ്കിൽ ക്രീമോ ആവശ്യമില്ല. എന്നാൽ പായസം, ഫ്രൂട്ട് സാലഡ് പോലെയുള്ള എല്ലാ ഷുഗറി ഡിഷസിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് കണ്ടൻസ്ഡ് മിൽക്കാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്ത് അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റുന്നതായിരിക്കും. ഓൾസോ ലൈക്ക് ആൻഡ് ഷെയർ ഫോർ മോർ വീഡിയോസ്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. പൗഡേർഡ് ഷുഗർ 1 കപ്പ്, മിൽക്ക് പൗഡർ 2 കപ്പ്, കോൺഫ്ലോർ 1.5 സ്പൂൺ, ഗീ ഓപ്ഷണലാണ് 1 സ്പൂൺ. ഇനി നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. ആദ്യം തന്നെ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കാതെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 കപ്പ് മിൽക്ക് പൗഡറാണ്. ഇപ്പോൾ ഞാനിവിടെ നിഡോയുടെ മിൽക്ക് പൗഡറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് മിൽക്ക് പൗഡർ വേണമെങ്കിലും എടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ച പഞ്ചസാരയാണ്. സോ ഈ 1 കപ്പ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ 1 കപ്പിനേക്കാളും കൂടുതൽ പൊടിച്ചാൽ മാത്രമേ നമുക്കതിൽ നിന്ന് അളന്ന 1 കപ്പ് മാറ്റി വയ്ക്കാൻ കഴിയുള്ളൂ. ഇനി അതേ കപ്പിൽ നമ്മൾ 1.25 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. സോ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പാൽപ്പൊടിയുടെയൊക്കെ കട്ടിക്ക് അനുസരിച്ച് വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ മാത്രം 1/4 കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ ആണ്. 1.5 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഓവർ കുറുക്കിയെടുക്കരുത്, കാരണം ബാക്കി തണുത്തതിന് ശേഷം കുറുകിക്കോളും. സോ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ച് നമ്മളൊന്ന് കുറുക്കിയെടുക്കുക. ഇത്രയും കുറുകിയതിന് ശേഷം നമുക്ക് നെയ്യ് ആഡ് ചെയ്യാനുള്ള ടൈമാണ്. ഞാനിപ്പോൾ ഇവിടെ മിൽമയുടെ ഗീ ആണ് എടുത്തിരിക്കുന്നത്. ഏത് ഗീ വേണമെങ്കിലും ഉപയോഗിക്കാം. സോ 1 ടീസ്പൂൺ ഗീയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സോ മാക്സിമം നമ്മൾ 3 മിനിറ്റാണ് കുറുക്കിയെടുത്തത്. അതിനുശേഷം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെച്ചപ്പോഴേക്കും ഇത് നന്നായിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. സോ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിരുന്നു കണ്ടൻസ്ഡ് മിൽക്ക്. സോ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണം. മാത്രമല്ല അതിൻ്റെ ഫീഡ്ബാക്ക്സ് കൂടെ ഒന്ന് അറിയിച്ചേക്കണം. ഇത്രയും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഡിഷുമായി നമുക്ക് വീണ്ടും കാണുന്നവരെ. ദിസ് ഇസ് മീ നെസ്ല ഫ്രം നാടൻ മലബാരി.